അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിനെ നമ്മളൊരു വാഹനവുമായി കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. വാഹനവുമായി സാമ്യപ്പെടുത്തി പഠിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി നമുക്ക് ഇമാജിനേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മനസ്സിനെ നമ്മളൊരു വാഹനമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒരു വാഹനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു വാഹനം നമുക്ക് അത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റിയറിംഗ്, ഗിയർ, ക്ലച്ച്, ആക്സിലേറ്റർ, ഇങ്ങനെ അതിൻ്റെ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വാഹനം നമുക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. മനസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത്. അൺകോൺഷ്യസ് മൈൻഡുണ്ട്. നമ്മളതിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാം ബോധതലം, മറ്റൊന്ന് ഉപബോധതലം. ബോധതലത്തിൽ നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ബോധതലം എന്ന് പറയുന്നത്, മനസ്സിൻ്റെ ബോധതലം എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മെമ്മറിയാണ്. അതുമാത്രമല്ല, എപ്പോഴും എപ്പോഴും നമ്മളെ കൂടെ നടക്കുന്ന, നമ്മളെ ബോധത്തിനകത്ത് എപ്പോഴും കൂടെ നടക്കുന്ന ആളാണ് ബോധതലമെങ്കിലും നമ്മൾ ഉറങ്ങുമ്പോൾ ബോധതലവും ഉറങ്ങും. അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും അപകടത്തിൽ ഒക്കെ പെടുമ്പോഴും നമ്മുടെ ബോധം നമുക്ക് പെട്ടെന്ന് പോകും. അപ്പോൾ ബോധതലം എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നതല്ലെങ്കിലും ഉപബോധ മനസ്സെന്ന് പറയുന്നത്, ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അത് ഒരു കുട്ടി ജനിക്കുമ്പോൾ മീൻസ് അതിൻ്റെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ അതിന് ജീവൻ ഉണ്ടാകുമ്പോൾ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങുന്നുള്ളതാണ്. അത് പിന്നെ ആ വ്യക്തി മരിക്കുന്നത് വരെ ഒരേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പോരാഞ്ഞിട്ട് അതിൻ്റെ മെമ്മറി ലോങ് മെമ്മറിയുമാണ്. നമ്മുടെ പല കാര്യങ്ങളും സൂക്ഷിക്കപ്പെടുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് നമ്മുടെ ഈ കോഴ്സിൽ ഒരു 5 ആയിട്ട് തിരിക്കുന്നുണ്ട്.